ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ പഠിച്ചത് എന്തൊക്കെ എന്ന് റിവൈസ് ചെയ്യണം. അത് ഓർമ്മ വേണം. നമ്മൾ ആ ചോദ്യം തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേമിന്റെ ഇക്വേഷൻസ് കാണേണ്ടതുണ്ട്. അതായത് xn = an + b എന്ന ഇക്വേഷൻ ഓർമ്മിക്കണം. നമ്മൾ പഠിച്ചത് ഇതാണ്, an + b. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. x1, x2, x3 ഇങ്ങനെയുള്ള അപ് ടു xn വരെയുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ സമ്മ് കാണേണ്ട ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. an × n+1 + bn എന്ന ഇക്വേഷൻ. സമ്മ് Sn എന്ന് പറയുന്നത് an × n+1 + bn. ഇതിങ്ങനെ എഴുതിണ്ടാവാം. അല്ലെങ്കിൽ a × n+1/2 + bn. ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റിൽ രണ്ടും ഉണ്ടാവും. അപ്പൊ ഈ തരത്തിലുള്ള ഈ സമ്മിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെ ഇതില് ചില പദങ്ങൾ തന്നു കഴിഞ്ഞാൽ 3 പദങ്ങൾ, 4 പദങ്ങൾ, 5 പദങ്ങൾ, 6 പദങ്ങൾ, ഈ തരത്തിലുള്ള പദങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ, പദങ്ങൾ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, അതാണ് പിന്നീട് ആ PDF ഉണ്ടാവും, ആ പുസ്തക ബാക്കിൽ ഉണ്ടാവും. അതിനെല്ലാം ഉപയോഗിക്കുന്ന ചില ട്രിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ചുരുക്കം ചില പദങ്ങൾ തന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ 3 പദങ്ങളാണെങ്കിൽ x1, x2, x3 ഇങ്ങനെ എഴുതും. ഈ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത്, അത് ഇരട്ട സംഖ്യകളുടെ എണ്ണം ഉണ്ടാവാം. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാവാം, ഈവൺ നമ്പേഴ്സ് ആവാം. അതുപോലെ ഒറ്റ സംഖ്യകളാവാം. അപ്പോ ഒറ്റ സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്ത് വേണം? അതുപോലെ ഇരട്ട സംഖ്യകൾ പദങ്ങളുടെ എണ്ണങ്ങളായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അത് 2 കേസുകൾ നമ്മൾ പഠിക്കുന്നു. അതായത് ഒറ്റ സംഖ്യകളാണ് എങ്കിൽ, ഇപ്പോൾ 3, 5 അല്ലെ 3 എണ്ണം, 5 എണ്ണം, 7 എണ്ണം, ആ രീതിയിൽ ഒറ്റ എണ്ണം പദങ്ങളാണ് വരുന്നതെങ്കിൽ അതിനൊരു പ്രത്യേകത നമ്മൾ പഠിച്ചത്, നടുക്കേത്ത പദത്തിന് ആ പദങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ അതിന്റെ 3ന്റെയും ടോട്ടൽ കിട്ടുന്നു എന്നതൊരു പ്രത്യേകതയുണ്ട്. എന്ന് പറഞ്ഞാൽ x1ഉം x2ഉം x3യും കൂട്ടിയത് എന്ന് പറയുന്നത്, ഇതിലുള്ള നമ്പേഴ്സ് 3 ആണെങ്കിൽ 3 × x2 അടുക്കത്തെ പദം, മിഡിൽ ടേം, പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ ഓഫ് ടേംസ് ആൻഡ് ദി മിഡിൽ ടേം ഈസ് ഈക്വൽ ടു x1 + x2 + x3 ആണ്. അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ സം ആണ്. പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദി സീക്വൻസ് ആൻഡ് ദി മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ദി സം, ടോട്ടൽ സം എന്ന ഈ ഒരു ഇത് നമ്മൾ ഓർമ്മിക്കണം. 5 പദങ്ങളുണ്ടെങ്കിൽ 3ാമത്തേതായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ആ 5 × 3ാമത്തെ പദം x3, 5 × x3 ആയിരിക്കണം അതിന്റെ ആ x1 മുതൽ x5 വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകത. അത് ഒറ്റ എണ്ണം വരുമ്പോഴാണ്. ഇപ്പൊ 9 പദങ്ങൾ വരുമ്പോൾ നടുക്ക് വരുന്ന 5ാമത്തെ ആയിരിക്കണം. x5 എന്ന് പറയുന്നത് 9 × x5 എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ ടോട്ടൽ ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒന്നാമത്തത് ആലോചിക്കുക. അതേപോലെ അടുത്തെന്താണ്, ഇതിന്റെ ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ, എണ്ണങ്ങൾ ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ x1, x2, x3, x4 4 എടുക്കുന്ന വിചാരിക്കുക. ഇതിന്റെ പ്രത്യേകത ഉണ്ട്, നമുക്ക് ഇതിനെ പേരുകളാക്കി മാറ്റി. ആ പേരുകൾക്ക് പ്രത്യേകതയുണ്ട്. x1ഉം x4ഉം കൂട്ടുന്നത് x2ഉം x3ഉം കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത x1 കൂട്ടണം x4 എന്ന് പറയുന്നത്
x2 കൂട്ടണം x3 തുല്യമാണ്. ഇതൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഈ x1 മുതൽ x4 വരെയുള്ളതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു പെയർ, ഒന്നുകിൽ x1 പ്ലസ് x4 അല്ലെങ്കിൽ x2 പ്ലസ് x3, ആ പേരും അതിലെ പേരുകളുടെ എണ്ണവും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് പെയേഴ്സ് ആൻഡ് വൺ പെയർ ഈസ് ദ ടോട്ടൽ ഓഫ് ദി സീക്വൻസ്. മനസ്സിലായോ പറഞ്ഞത്? x1 x2 x3 x4 ഈ 4 പദങ്ങളാണുള്ളതെങ്കിൽ ഇതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് ഈ പേരുകളാക്കി തിരിച്ചതിന്റെ ഏതെങ്കിലും ഒരു പേരും എത്ര പേരുകളുണ്ടോ ആ പേരും തമ്മിലുള്ള ഗുണിതമായിരിക്കും ഇത് അതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അടുത്തത് x5ഉം x6ഉം ഉണ്ടെങ്കിൽ, x5ഉം x6ഉം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഇതം വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം പേരുകളാണ് വരുന്നത്? x1ഉം x6ഉം കൂട്ടുന്നതും x2ഉം x5ഉം കൂട്ടുന്നതും x3ഉം x4ഉം കൂട്ടുന്നതും തുല്യമായിരിക്കും. ഇത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ പൊസിഷൻ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊസിഷൻസ് 1ഉം 6ഉം 7ആണ്, 2ഉം 5ഉം 7ആണ്, 3ഉം 4ഉം 7ആണ്. ഇങ്ങനെ പൊസിഷൻസ് ഈക്വൽ ആയിട്ട് മാറും. പദങ്ങളുടെ പൊസിഷൻസ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഈ പേര് എത്ര പേരുകളാണ് ഇവിടെയുള്ളത്? 3 പേരുകളാണുള്ളത്. ആ 3 പേരുകള് മൂന്നിനെ ഏതെങ്കിലും ഒരു പേര് കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു x1 പ്ലസ് എക്സ് ആയിരിക്കണം ഇതിന്റെ ടോട്ടൽ, അല്ലെങ്കിൽ 3 ഇൻറ്റു x2 പ്ലസ് x5 ഇതിന്റെ ഒരു ടോട്ടലായിരിക്കും. അപ്പൊ ഇത്രയും പ്രത്യേകതകള് നമ്മൾ ഈ പറഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ അധ്യാപകരും ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. എല്ലാ കുട്ടികളും ചിലപ്പോൾ പഠിച്ചു വെച്ച ഈ രീതിയിലാവണമെന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഈ രീതിയിലൊക്കെയാണ്. അതായത് ആദ്യപദം എയും പൊതുവ്യത്യാസം ഡിയും എടുത്ത് ചെയ്യുന്ന വിഭാഗമുണ്ട്. മുമ്പ് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു പഠിച്ചത്. ആദ്യപദം എയും പൊതുവ്യത്യാസം ഡിയും. അതൊരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല. ആ രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം. അവിടെ സൂത്രവാക്യങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ എഴുതിയ എൻ പ്ലസ് ബി അല്ല, ഇവിടെ എയും ബിയും മാറിയിട്ടുണ്ട്. അവിടെ എയും ഡിയും ആണ്. അങ്ങനെ എഴുതുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. അപ്പൊ നമുക്ക് ഏതാണോ പഠിച്ചതാണോ നമ്മൾ പഠിച്ചത് അത് വളരെ തറവായിരിക്കണം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമാന്തര ശ്രേണിയിൽ പദങ്ങൾക്കിടയിലുള്ള ഇപ്പോ ഒന്നാമത്തെ പദവും അഞ്ചാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 പൊതുവ്യത്യാസമാണ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരു സ്റ്റെയർ കയറുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ 4 സ്റ്റെപ്പുകൾ കയറണം. ഒരേ വിടവുള്ള 4 സ്റ്റെപ്പുകൾ. ആ ഒരേ വിടവ് അല്ലെങ്കിൽ ഒരേ അകലം ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തായിട്ട് എടുത്തത്, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി എടുത്തത്. ഈ 4 സ്റ്റെപ്പുകൾ കയറിയിട്ട് മാത്രമേ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തൂ. അപ്പൊ അവിടെ ഒന്നാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പും തമ്മിലുള്ള വ്യത്യാസം 4 പൊതുവ്യത്യാസമാണ് എന്നുള്ള ധാരണ. അത് 10ാമത്തെ സ്റ്റെപ്പിൽ നിന്നിട്ട് അതിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 8 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. 8 പൊതുവ്യത്യാസം കുറക്കണം എന്നർത്ഥം. ഒന്നാമത്തെ പദത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ 9 സ്റ്റെപ്പ് കുറയണം. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ ആലോചിക്കണം. അതായത് സ്റ്റെപ്പ് കയറുന്ന പോലെ തന്നെയാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയോ പൊതുവ്യത്യാസമായിരിക്കും. 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയോ പൊതുവ്യത്യാസമായിരിക്കും. ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് ആ PDF-ന്റെ ഉത്തരത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, write 3 arithmetic sequence with 30 as the sum of first 5 terms. 3 arithmetic sequence എഴുതാൻ പറയുന്നു. അതിന്റെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആണെങ്കിൽ
ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസിന്റെ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ 30 ആണെങ്കിൽ അതിന്റെ ഇത് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് 30 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഇത് ആണ് എനിക്ക് 30. അതായത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആണെങ്കിൽ, സമാന്തര ശ്രേണിയുടെ 5 പദങ്ങളുടെ തുക 30 ആണെങ്കിൽ 3 തരത്തിൽ എഴുതുക എന്നാണ് ചോദ്യം. 3 തരത്തിലുള്ള സീക്വൻസ് എഴുതുക എന്ന് പറയാൻ കാരണം ഇതെന്തുകൊണ്ടായിരിക്കാം? ഇതിന്റെ ആദ്യ പദമോ പൊതുവ്യത്യാസമോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാം എന്നേ ഉള്ളൂ. അപ്പൊ ആ ടേമിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള സീക്വൻസ് എഴുതാൻ അസ്യൂം ചെയ്യാണ്. നമ്മൾ പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലുള്ള പദങ്ങളുടെ എണ്ണം 5 ആണ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പർ വരുന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു നടുക്കുള്ള പദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ആൻഡ് ദി മിഡിൽ ടേം ഈസ് ഓൾവേസ് ടോട്ടൽ ഓഫ് ദാറ്റ് സീക്വൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ x3യുടെ അതിന്റെ ടോട്ടൽ നമ്പറും 5 ആണെങ്കിൽ 5 into x3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 30 ആയിട്ട് മാറി. x3 എന്ന് പറയുന്നത് 30/5 അതായത് 6 എന്ന് പറഞ്ഞാൽ നടുക്കുള്ള x3യുടെ പകരം എനിക്ക് 6 എന്ന് എഴുതാം. വലതു ഭാഗത്തേക്കുള്ള സംഖ്യകള് നമ്മൾ കണ്ടുപിടിക്കുക, ഇടതു ഭാഗത്തേക്കുള്ള x1ഉം x2ഉം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് പൊതുവ്യത്യാസം കൂടി വരിക, പൊതുവ്യത്യാസം കുറഞ്ഞു വരിക. 5 പദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 എന്നുള്ള പൊതുവ്യത്യാസം നമുക്ക് എടുക്കാം, 2 എന്നുള്ള പൊതുവ്യത്യാസം എടുക്കാം, 4 എന്നുള്ള പൊതുവ്യത്യാസം എടുക്കാം. ഏത് പൊതുവ്യത്യാസം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ 1 എടുക്കുന്നുണ്ടെങ്കിൽ 6, 7, 8. ഇതിനു മുമ്പിലാണെങ്കിൽ 5ഉം 4ഉം എഴുതാം. നടുക്കത്തെ പദം 6 ആകുമ്പോൾ 2 വരുമ്പോൾ 8ഉം 10ഉം എഴുതാം. ഇതിനു മുമ്പില് 4ഉം 2ഉം എഴുതാം. പൊതുവ്യത്യാസം എനിക്ക് 5 വരുന്നുണ്ടെങ്കിൽ 11ഉം 16ഉം എഴുതാം. ഇതിനു മുമ്പില് 1 എഴുതാം, -4 എഴുതാം. 1ൽ നിന്ന് 5 കുറച്ചാൽ -4 ആണ്. അപ്പൊ ഇങ്ങനെ ഏത് സീരീസ് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എത്രയാണ് പൊതുവ്യത്യാസം എഴുതുന്നത് അതിനാണ് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ആ സീരീസിൽ ആ സീക്വൻസിൽ വരും. അപ്പോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ പദങ്ങൾ എടുക്കുമ്പോൾ നടുക്കുള്ള പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് അതിന്റെ ടോട്ടൽ. നടുക്കുള്ള പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് അതിന്റെ ടോട്ടൽ എന്ന രീതി നമ്മൾ ഉപയോഗിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് എയും ഡിയും ഉപയോഗിച്ചും ഈ കണക്ക് ചെയ്യാം. ആ സമയത്ത് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ എളുപ്പമുണ്ടാവുന്നല്ല, അവരെ ചെയ്യുമ്പോഴും ഇതിന് മാറ്റമുണ്ട്. ആ പദങ്ങള് നടുക്കത്തത് എ ആയിട്ട് വെക്കും, അപ്പുറമുള്ളത് A+Dയും A+2D ആക്കും, മുമ്പിലുള്ളത് A-Dയും A+Dയും ആക്കും. എന്നിട്ട് അത് കൂട്ടുക എന്ന് പറയുമ്പോൾ ഡികൾ കംപ്ലീറ്റ് പോകും, എ മാത്രമാവും, എയുടെ വില കിട്ടും. ആ രീതിയിൽ ഈ കണക്ക് ചെയ്യാം. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ പഠിച്ചു വന്ന രീതി ഇതാണ്. അതുകൊണ്ട് ഈ രീതി ഓർമ്മിക്കുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് the first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 term. അപ്പോൾ ഇവിടെ x1 എന്നുള്ള ആദ്യത്തെ പദം നമ്മൾ x1 x2 അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. x1 എന്ന ആദ്യത്തെ പദം 1 ആണ്. അതിന്റെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്. അതിന്റെ 4 പദങ്ങളുടെ തുക 100 ആണ്. ആ 4 പദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ x1 1 ആണ്. x1ഉം x2ഉം x3ഉം x4ഉം 4 പദങ്ങൾ കൂട്ടിയത് 100 ആയിട്ട് മാറി. ഇങ്ങനെ വരുമ്പോൾ ഇത് ഈവൺ നമ്പേഴ്സ് ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നടുക്കത്തെ പദമല്ല. ഇവിടെ പേരുകളുടെ തുകകൾ തുല്യമായിരിക്കുന്നില്ല. ഏതെല്ലാം പേര്? x1ഉം x4ഉം കൂട്ടുന്നതും x2ഉം x3ഉം കൂട്ടുന്നതും തുല്യമാണ്.
അതിൽ ഒരു പേരിനെ അതിലുള്ള പേരുകളുടെ എണ്ണം കൊണ്ട് പ്രോഡക്റ്റ് ചെയ്താൽ ഗുണിച്ചാൽ നമുക്ക് ഏത് കിട്ടും? 100 കിട്ടും. എന്ന് പറഞ്ഞാൽ x1 കൂട്ടണം x4 എന്ന് പറയുന്നതും x2 കൂട്ടണം x3 എന്ന് പറയുന്നതും തുല്യമാണ്. ഇതാണ് പേരുകൾ തുല്യമാണ്. അപ്പൊ അങ്ങനെ ഇതിലുള്ള പേരുകളുടെ എണ്ണം 2 ആണെങ്കിൽ 2 × x1 + x4 എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? 100ന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ x1 + x4 എന്ന് പറയുന്നത് 100/2, അതായത് എനിക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. x1 + x4 എന്നുള്ളത് 50 ആണെങ്കിൽ x-ന് 1 പകരം 1 കൊടുക്കാം. അപ്പൊ 1 + x4 എന്ന് പറയുന്നത് 50 ആയി. x4ന്റെ വില 50 - 1 49. x4 എന്ന് പറയുന്നത് 49. നാലാമത്തെ പദം 49. ഒന്നാമത്തെ പദം 1. ഒന്നാം പദം മുതൽ നാലാമത്തെ പദം വരെ നേരത്തെ പറഞ്ഞു എത്ര പൊതുവ്യത്യാസം, എത്ര സ്റ്റെപ്പ് കയറണം. ഒന്നാമത്തെ സ്റ്റെപ്പ് നിന്ന് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ 3 സ്റ്റെപ്പ് കയറണം എന്ന് പറയുമ്പോൾ 3 പൊതുവ്യത്യാസമാണ് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 41 മുതൽ 49 വരെയുള്ള വ്യത്യാസം. 1 മുതൽ 49 വരെയുള്ള വ്യത്യാസം പറഞ്ഞാലോ 49ൽ നിന്ന് 1 കുറച്ചാൽ 48 ആണ്. അങ്ങനെ വരുമ്പോൾ ഡി എന്ന് പറയുന്നത് 48/3 16 എന്ന് കിട്ടും. അപ്പൊ പൊതുവ്യത്യാസം എനിക്ക് 16 ആയി. ഒന്നാമത്തെ പദം 1, അതിനോട് 16 കൂട്ടിയാൽ 17, അതിനോട് 16 കൂട്ടിയാൽ 33, അതിനോട് 16 കൂട്ടിയാൽ 49. ഇതായിരിക്കും ആ 4 പദങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. Prove that for any 4 consecutive terms of an arithmetic sequence, the sum of 2 terms of the 2 ends and the sum of 2 terms in the middle are the same. എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 4 പദങ്ങൾ എടുത്താൽ അതിന്റെ അറ്റത്തുള്ള 2 പദങ്ങളുടെ തുകയും നടുക്കുള്ള 2 പദങ്ങളുടെ തുകയും തുല്യമാണ് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കാം? നമുക്ക് ആ 4 പദങ്ങൾ നമ്മൾ എടുക്കുക. x1, x2, x3, x4 തന്നെയാണ്. നമുക്ക് തെളിയിക്കേണ്ടത് അറ്റത്തുള്ള 2 പദങ്ങൾ x1 കൂട്ടണം x4 എന്ന് പറയുന്നത് നടുക്കുള്ള 2 പദങ്ങൾ x2 x3 കൂട്ടുന്നതിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ നമുക്ക് എന്താണ് x1, x2, x3, x4 എന്നതിലേക്ക് പോകണം. ഒരേ പ്രോഗ്രഷന്റെ nth ടേം an + b ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. xn എന്ന് പറയുന്നത് an + b ആണ്. അങ്ങനെ വരുമ്പോൾ x1ന് പകരം എനിക്ക് x1 എന്ന് പറയുന്നത് a + b ആണെന്ന് അറിയാം. x2 എന്ന് പറയുന്നത് 2a + b ആണ്. x3 എന്ന് പറയുന്നത് 3a + b ആണ്. x4 എന്ന് പറയുന്നത് 4a + b ആണ്. ഒന്ന് x1 x4 കൂട്ടിയാൽ കാണുന്നു. x1 x4 കൂട്ടിയാലോ a കൂട്ടണം b യും 4a കൂട്ടണം b യും കൂട്ടുന്നു. എനിക്ക് കിട്ടുക 5a കൂട്ടണം 2b ആണ്. ഒരു എയും 4aയും കൂട്ടിയ 5a ആണ്. ഒരു b യും കൂട്ടിയ 2b ആണ്. അതേപോലെ x2 x3 കൂട്ടുന്നു. ഏതാ 2a കൂട്ടണം b യും 3a കൂട്ടണം b യും കൂട്ടുന്നു. 3 2 കൂട്ടിയാൽ 5a ആണ്. ഒരു b യും 2b യും കൂട്ടിയാൽ 2b ആണ്. ഇതിന്റെ ഉത്തരവും 5a കൂട്ടണം b ആണ്. ഇതിന്റെ ഉത്തരവും 5a കൂട്ടണം b ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് 2 ഉത്തരങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു x1 കൂട്ടണം x4 എന്നുള്ളത് x2 കൂട്ടണം x3 തുല്യമാകുന്നു. എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ. 4ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. 5ാമത്തെ ചോദ്യം.
write the first three terms of each of the arithmetic sequences described below. അതിൽ 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. First term is 30 in all cases. Then the sum of the first three terms is 300. അതിൽ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 300 ആണെങ്കിൽ 30 ആണെങ്കിൽ ആ സീക്വൻസ് എഴുതുക. രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റ് 4 ടേംസ് 300 ആണെങ്കിൽ സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് 300, ഫസ്റ്റ് ടേം ഈസ് 30. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ 5 ടേംസിന്റെ സമ്മ് 300, ഫസ്റ്റ് ടേം ഈസ് 30. ദെൻ 6 ടേമിന്റെ സമ്മ് 300, ദെൻ ദി ഫസ്റ്റ് ടേം ഈസ് 30. ഇങ്ങനെ 4 കേസ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ 4 ചോദ്യങ്ങളാണ് ഓടിയത്. ഏത് കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേംസ് ആ സീരീസിന്റെ ടേംസ് എടുക്കുന്ന 3 ടേംസ് ആണെങ്കിൽ x1, x2 ആൻഡ് x3 ആണ്. ഇതിന്റെ സമ്മാണ് നമുക്ക് 300. 4 ടേംസ് ആകുമ്പോൾ അതിന് മാറ്റം വരും. ഇതില് നമ്മൾ പറഞ്ഞു 3 ടേംസ് ആണെങ്കിൽ 4 നമ്പേഴ്സ് ആണ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോട്ടൽ സം കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേം x2 ആണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 300. അപ്പൊ x2 എന്നുള്ള മിഡിൽ ടേം 300/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം ഓൾറെഡി ഗിവൺ, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 30. ദെൻ x2 എന്നുള്ളത് എനിക്ക് 100 എന്ന് കിട്ടി. രണ്ടാമത്തെ ടേം 100 എന്ന് കിട്ടി. അപ്പോ 30യും 100 തമ്മിലുള്ള ഡിഫറൻസ് ആണ് പൊതുവ്യത്യാസം. അപ്പോ 100 മൈനസ് 30 70 ആണ്. അപ്പൊ 70 ആയിരിക്കും ഇതിന്റെ പൊതുവ്യത്യാസം എങ്കിൽ തേർഡ് ടേം 100 പ്ലസ് 30, 100 പ്ലസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 170. അപ്പോ ദാറ്റ് സീക്വൻസ് 30, 100 ആൻഡ് 170. ദിസ് ഈസ് ദി ഇക്വേഷൻ, ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അതേപോലെ നമുക്ക് രണ്ടാമത്തെ കേസ് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ x1 പ്ലസ് x2 പ്ലസ് x3 എന്നതിന് പകരം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 300 എന്നാവും. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് മിഡിൽ ടേമിന് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമ്മ് കിട്ടും. ഇവിടെ മാറി ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പെയറിന്റെ ഇതാണ് നമ്മൾ എടുക്കുന്നത്. x1ഉം x4ഉം തമ്മിലുള്ള സമ്മ് x2ഉം x3ഉം തമ്മിലുള്ള സമ്മിന് ഈക്വൽ ആണെന്ന് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 പെയർസ് ആണുള്ളത്. അപ്പൊ 2 ഇൻറ്റു x1 പ്ലസ് x4 എന്ന് പറയുന്നതാണ് അതിന്റെ ടോട്ടലിന് ഈക്വൽ ആയിട്ട് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല പറയുന്നത്. x1ഉം x4ഉം തമ്മിലുള്ള സമ്മും ഏതുകൊണ്ട് ഗുണിക്കുന്നു? നമ്പർ ഓഫ് പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു x1 പ്ലസ് x4 ഈക്വൽ ടു 300. 2 ഇൻറ്റു x2 പ്ലസ് x3 ഈക്വൽ ടു 300 എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ x1 പ്ലസ് x4 എന്ന് പറയുന്നത് 150 ആയിട്ട് മാറി. എന്തുകൊണ്ട്? ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ 2, 302 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 150 ആണ്. x1 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 30 ആണ് തന്നിട്ടുണ്ട്. എല്ലാ കേസിലും x1 എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ x4ന്റെ വാല്യൂ x4 എന്ന് പറയുന്നത് 150 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. x4 എന്ന് പറയുന്നത് 120 ആണ്. x1 30 ആണ്, x4 എന്നുള്ളത് 120 ആണ്. x1 മുതൽ x4 വരെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 120യും 30യും തമ്മിലുള്ള വ്യത്യാസം. ഓർമ്മിക്കുക, x1 എന്ന് പറയുന്നതും x4 എന്ന് പറയുന്നതിന്റെ വില നമുക്ക് കിട്ടി. x1 30 ആണ്, x4 എന്നുള്ളത് 120 ആണ്. x1 മുതൽ x4 വരെ ഒന്നാം പദം മുതൽ
നാലാം പദം വരെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 പൊതുവ്യത്യാസമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എന്ന് പറഞ്ഞ് ഓർമ്മിക്കുക. അപ്പൊ 3 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 120യും 30യും തമ്മിലുള്ള വ്യത്യാസം, അതായത് 90 ആണ്. അങ്ങനെ പൊതുവ്യത്യാസം 90/3 that is 30. അപ്പോ ആ സീരീസ് ഫസ്റ്റ് ടേം 30യോട് 30 കൂട്ടിയാൽ 60, അടുത്തത് 90, അടുത്തത് 120. ദിസ് ഈസ് ദി ആൻസർ. 30, 60, 90, 120. ഇതിന്റെ സമമായിരിക്കും 300 വരിക. അപ്പൊ ഈ രണ്ടാമത്തെ ഉത്തരം ചെയ്തത് പേരിനെ വെച്ചിട്ട്. അഞ്ചാമത്തേലേക്ക് വരുമ്പോൾ, അതായത് 5 പദങ്ങളുടെ തുക 300 ആയിട്ട് വരുന്നു. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മിഡിൽ ടേം എക്സ്, മിഡിൽ ടേം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഈക്വൽ ടു 300. മിഡിൽ ടേം x3 ആണ്. അതിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 300 എന്ന് പറയുമ്പോൾ 5 into x3 എന്ന് പറയുന്നത് 300. x3യുടെ വില എനിക്ക് കിട്ടി 300/5, that is 60. അപ്പൊ x3 ആണ് 60. അപ്പോ x1 ഓൾറെഡി ഉണ്ട് 30. x3 എന്ന് പറയുന്നത് 60 ആണ്. x1ൽ നിന്ന് x3യിലേക്കുള്ള ഡിഫറൻസ്, x1ൽ നിന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്ര പൊതുവ്യത്യാസമുണ്ട്? 2 പൊതുവ്യത്യാസം വേണം. അപ്പൊ ആ 2 പൊതുവ്യത്യാസമാണ് 60യും 30യും തമ്മിലുള്ള വ്യത്യാസം. x1ഉം x3 നമുക്കുണ്ട്, 30യും 60യും ഉണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 പൊതുവ്യത്യാസമാണ്. അപ്പൊ 2 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 30 ആണ് നമുക്ക് കിട്ടും. 2 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ ഒരു പൊതുവ്യത്യാസം 30/2, that is equal to 15 അല്ലെ? ഒരു പൊതുവ്യത്യാസം 15 എന്ന് പറയുമ്പോൾ ആ സീരീസ് എനിക്ക് എഴുതാം. 30 എന്നുള്ള ഫസ്റ്റ് ടേം, അതിനോട് പൊതുവ്യത്യാസം 15 കൂട്ടിയാൽ 45, 45നോട് 15 കൂട്ടിയാൽ 60, 60നോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ 75. അപ്പോ ഇവിടെ നമുക്ക് 30, 45, 60, 75. പിന്നെയും നമുക്കൊരു പദം കൂടി വേണം, അത് 90 ആയിരിക്കും. അങ്ങനെ ഈ സീരീസ് നമുക്ക് എഴുതാം. ഇതാണ് 5 പദങ്ങൾ വരിക. ഈ 5 പദങ്ങൾ കൂട്ടിയാണ് 300. 6 പദങ്ങൾ വരുമ്പോഴും ഇത് തന്നെ വരുന്ന മാറ്റൊന്നുമില്ല. 6 പദങ്ങൾ വരുമ്പോഴും എന്താ വരിക? എഴുതിയ ശ്രദ്ധിക്കുക. 6 പദങ്ങൾ വരുമ്പോൾ x1ഉം x6ഉം കൂട്ടുക, അത് തുല്യാണ്. x2ഉം x5ഉം കൂട്ടുന്നത് തുല്യമാണ്. x1 മുതൽ x6 വരെയുള്ള പദങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ആ പദങ്ങളെ കൂട്ടിയിട്ടാണ് 300 വരുന്നത്. 6 പദങ്ങളുടെ തുക. അപ്പൊ അതിന്റെ ഓരോ പേര് വരുന്നത് x1 മുതൽ x1 പ്ലസ് x6, x2 പ്ലസ് x5, x3 പ്ലസ് x4 അല്ലെ? അപ്പൊ ആ 3 ടേംസിന്റെ 3 പേരിന്റെ 3 പേരും 3 into ഒരു പേരും സം ഓഫ് 1 പെയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 എന്നുള്ളതിലേക്ക് എത്തും. അപ്പോ 3 into x1 പ്ലസ് x6 എന്ന് പറയുന്നത് 300. അങ്ങനെ വരുമ്പോൾ x1 പ്ലസ് x6 എന്ന് പറയുന്നത് 300/300 എന്ന് കിട്ടും. 300/300. x1 ഓൾറെഡി നമുക്ക് ഉണ്ട് 30 ആണ്. അങ്ങനെ വരുമ്പോൾ x6 എന്ന് പറയുന്നത് 100 മൈനസ് 30, that is 70. x6 എന്ന് പറയുന്നത് 70 ആയിട്ട് മാറി. x6 70 ആവുമ്പോൾ x1 30 ആണ്. അപ്പൊ 30യിൽ നിന്ന് x6ലേക്ക് എത്ര സ്റ്റെപ്പുകൾ പോകണം? 5 പൊതുവ്യത്യാസം വരണം. ആ 5 പൊതുവ്യത്യാസമാണ് 70 മൈനസ് 30. ലാസ്റ്റ് സ്റ്റെപ്പ് ഒരുപോലെ തന്നെ 70 മൈനസ് 30. അങ്ങനെ വരുമ്പോൾ d എന്നുള്ളത് 40 ആയിട്ട് മാറി. 5 d എന്നുള്ളത് 40 ആയിട്ട് മാറി. അപ്പോൾ d എന്നുള്ളത്
40/5 8. ഡി എന്നുള്ളത് 8 കിട്ടി. ആ 6 പദങ്ങള് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ.